ചിലതെല്ലാം നിങ്ങളിലേക്ക് തനിയെ എത്തിച്ചേരുന്നു. എന്നാൽ നിങ്ങൾ നേടിയെടുക്കേണ്ട മറ്റു ചില കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. എത്തിച്ചേരേണ്ടത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. നേടിയെടുക്കേണ്ടത് സമയം കഴിയും മുമ്പേ നിങ്ങൾ നേടുക തന്നെ വേണം. തളരാത്ത പ്രത്യാശകൾക്ക് മുന്നിൽ തകരാത്ത പ്രതിബന്ധങ്ങളില്ല. പ്രതിസന്ധികളും പരാജയങ്ങളും നിങ്ങളുടെ ആത്മവീര്യത്തെ തകർക്കുമ്പോൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉറച്ച പ്രത്യാശ നമ്മളിലുണ്ടാകണം. നമ്മൾ ചോദിച്ചു വാങ്ങുമ്പോഴല്ല, നമുക്കായി എന്തും മനസ്സറിഞ്ഞ് തരുമ്പോൾ മാത്രമാണ് അവയെല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത്. അത് സ്നേഹമായാലും പരിഗണനയായാലും. അകാരണമായി നമ്മളിൽ നിന്ന് അകന്നു പോയവരെല്ലാം തന്നെ നമ്മളിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ച് കിട്ടാതെ പോയവരാണ്. യഥാർത്ഥ സ്നേഹമുള്ളവർ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും. നമ്മുടെ എല്ലാ കുറവുകളും അംഗീകരിച്ചുകൊണ്ട് തന്നെ. നമ്മൾ തളർന്നു വീണത് കണ്ട് ചിരിക്കാൻ പലരുമുണ്ടാകും. അതിനാൽ താങ്ങാൻ ആളില്ലെങ്കിലും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് നിൽക്കണം എന്ന ബോധ്യത്തോടെ ജീവിക്കുക. സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടാതിരിക്കുക. നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യരുത്. സൂര്യനും ചന്ദ്രനും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് അർത്ഥശൂന്യമാണ്. കാരണം അവർ അവരുടെ സമയമാകുമ്പോൾ തിളങ്ങുന്നു. ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക. നമ്മൾ എന്ന ചിന്ത വളർത്തുക. അഹംഭാവത്തെ മറികടക്കുക. സ്നേഹത്തിന് എപ്പോഴും വില കൽപ്പിക്കുക. പുഞ്ചിരിച്ചുകൊണ്ട് അകലം കുറയ്ക്കുക. അപവാദങ്ങളെ അവഗണിക്കുക. ജീവിക്കാൻ അറിയുന്നവർ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കാറില്ല. അവർ ഇനി എന്താണ് സംഭവിക്കേണ്ടത് എന്ന് ചിന്തിച്ച് തുടങ്ങുന്നവരായിരിക്കും. നിങ്ങളുടെ സത്യസന്ധത അത് നിങ്ങളുടെ മനസ്സാക്ഷിയെ മാത്രം ബോധിപ്പിക്കുക. നിങ്ങളെ വിശ്വാസമില്ലാത്തവരോട് അത് ബോധിപ്പിച്ച് സമയം കളയരുത്. നമ്മുടെ സ്വപ്നം എത്ര ചെറുതാണെങ്കിലും അത് നേടിയെടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷിക്കുന്നു. ഒരു വ്യക്തിയുടെ നല്ല സ്വഭാവത്തിന് സൗന്ദര്യത്തിൻ്റെ അഭാവം നികത്താൻ കഴിയും. എന്നാൽ സൗന്ദര്യത്തിന് ഒരിക്കലും നല്ല സ്വഭാവത്തിന് പകരം വയ്ക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. ചിലർ പരിഹസിക്കും, മറ്റു ചിലർ കുറ്റപ്പെടുത്തും. അതൊന്നും ചെവി കൊള്ളാതിരിക്കുക. കാരണം അവർക്കു വേണ്ടിയല്ല, നിങ്ങൾക്കു വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്. നല്ല ചിന്തയാൽ ഉണരുക. ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക. ഒരു ചെറു പുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക. തോറ്റുപോവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോവുക.